നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് വെള്ളത്തിനു വേണ്ടിയായിരിക്കുമെന്ന് പണ്ടുമുതലേ വിദഗ്ധർ പറയുന്നതും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് വെള്ളം. അതിന്റെ വില ഗൾഫ് രാജ്യങ്ങൾക്ക് നന്നായി തന്നെ അറിയുകയും ചെയ്യാം. അവിടെയാണ് ഇറാന്റെ പുതിയ ഭീഷണി ആശങ്കയുയർത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഡിസലൈനൈസേഷൻ പ്ലാന്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ആശങ്കയുയർത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ ശുദ്ധജലത്തിന്റെ അഭാവം മൂലം ഉപ്പുവെള്ളം ശുദ്ധീകരിക്കാനാണ് ഈ ഡിസലൈസേഷൻ പ്ലാന്റുകൾ ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. US ആക്രമണം ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ദ്വീപിലെ ഒരു ഡീസലൈസേഷൻ പ്ലാന്റിന് കേടുപാടുകൾ വരുത്തിയെന്ന ഇറാനിയൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരഗജി ആരോപണത്തിലാണ് തുടക്കം. ഇതോടെ 30 ഗ്രാമങ്ങളിലേക്കുള്ള ജലവിതരണം നിലച്ചുവെന്ന US-ന്റെ ഈ നഗ്നമായ കുറ്റകൃത്യമാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു തെക്കൻ അയൽ രാജ്യമാണ് വ്യോമതാവളം ഒരുക്കി ആക്രമണത്തിന് സൗകര്യമൊരുക്കിയത് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ കൂടി പറയുകയും ചെയ്തു. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു. ഡീസലൈസേഷൻ പ്ലാന്റുകളെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. തൊട്ടു പിന്നാലെയാണ് ഞായറാഴ്ച ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇറാന്റെ ഡ്രോൺ ഒരു പ്രാദേശിക ജലശുദ്ധീകരണ പ്ലാന്റിന് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇറാൻ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ വിവേചനരഹിതമായി ആക്രമിച്ചതായാണ് ആരോപണം. കൂടാതെ മാർച്ച് 2-ന് ദുബായിലെ ജബൽ അലി തുറമുഖത്തിലെ ഡീസലൈസേഷൻ സമുച്ചയത്തിൽ നിന്ന് വെറും 12 മൈൽ അകലെ ഇറാന്റെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഡീസലൈസേഷൻ പ്ലാന്റുകളെ തന്നെ ലക്ഷ്യമിട്ടായിരുന്നോ ഈ ആക്രമണമെന്ന് വ്യക്തമല്ല. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം ആരംഭിച്ചതു മുതൽ എല്ലാവരും ഉറ്റുനോക്കുകയിരുന്നതും എണ്ണ ഇന്ധന വ്യവസായത്തിലേക്കാണ്. എന്നാൽ ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ നഷ്ടം പെട്രോളിയം ഉൽപാദന കേന്ദ്രങ്ങൾക്ക് മാത്രമായിരിക്കില്ല എന്ന് മറിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രധാന നഗരങ്ങളെ വാസയോഗ്യമാക്കി നിലനിർത്തുന്ന ഡീസലൈസേഷൻ പ്ലാന്റുകളിലായിരിക്കാമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 400-ലധികം ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ ഗൾഫിലുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഉപ്പുവെള്ള ശുദ്ധീകരണം ശേഷിയുള്ള 60%. UAE-യിലെ കുടിവെള്ളത്തിന്റെ ഏകദേശം 42% ഡീസലൈസേഷൻ പ്ലാന്റുകളിൽ നിന്നാണ് വരുന്നത്. കുവൈത്തിൽ 90%, ഒമാനിൽ 86%, സൗദി അറേബ്യയിൽ 70%വുമാണ് ഈ കണക്ക്. മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ഡീസലൈസേഷൻ ചെയ്ത വെള്ളമാണ് സൗദി അറേബ്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേസമയം തീരദേശ ജലശുചീകരണത്തെക്കാൾ ഉൾനാടൻ അണക്കെട്ടുകളെയും ജലാശയങ്ങളെയും ഇറാൻ കൂടുതൽ ആശ്രയിക്കുന്നതിനാൽ ഇറാൻ ഈ ഭീഷണി നിലവിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഒരേ സമയം 20-ാം നൂറ്റാണ്ടിലെ മഹത്തായ നേട്ടവും ദുർബലതയുമാണ് ഈ ഉപ്പുവെള്ള ശുചീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസലൈസേഷൻ പ്ലാന്റുകളെ ലക്ഷ്യം വെക്കുന്നത് ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. അതേസമയം US ഇസ്രായേൽ സംയുക്ത സേനയുടെ ആക്രമണത്തെ ഇറാനൊപ്പം ചെറുക്കുന്നത് നിലവിൽ ലെബനനിലെ ഹിസ്ബുള്ളയാണ്. അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി കനത്ത പോരാട്ടത്തിലാണ് ഇസ്രായേൽ. എന്നാൽ ഇറാനെ അനുകൂലിക്കുന്ന യമനിലെ ഹൂതികളുടെ മൗനം ഏവരെയും അനിശ്ചിതത്വത്തിലാക്കുന്നുണ്ട്. യമന്റെ വടക്കുകിഴക്കൻ പ്രദേശത്തെ അധികാര കേന്ദ്രമാണ് ഹൂതികൾ. ഇറാനു നേരെ US ഇസ്രായേൽ സംയുക്ത സേന നടത്തുന്ന ആക്രമണത്തെ വാക്കുകൊണ്ട് മാത്രമാണ് ഹൂതികൾ എതിർക്കുന്നത്. 2023-ലെ ഗാസ യുദ്ധത്തിൽ US-ഉം ഇസ്രായേലും നേർക്കുനേർ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ആവശ്യമെങ്കിൽ US-നും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഹൂതി നേതാവായ അബ്ദുള്ള മാലിക് അൽ ഹൂതി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വിരലുകൾ തോക്കിന്റെ ട്രിഗറിലാണ്. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഏത് നിമിഷവും പ്രതികരിക്കാൻ സജ്ജമാണെന്നും അൽ ഹൂതി പറഞ്ഞിരുന്നു. എന്നിട്ടും ഹൂതികൾ സംഘർഷത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാകാം എന്ന ചോദ്യവും ശക്തമാണ്. ഇറാൻ താല്പര്യപ്പെടാത്തതിനാലാണ് എന്നാണ് ഇതിനുള്ള ഉത്തരം. ഹൂതികൾ സംഘർഷത്തിൽ ഇടപെടാതിരിക്കുന്നത് നല്ലത് എന്നാണ് യമനിലെ രാഷ്ട്രീയ നിരീക്ഷകനായ സദാം അൽ ഹുറൈബിയുടെ അഭിപ്രായം. ഇറാൻ ആവശ്യപ്പെട്ടാൽ ഹൂതികൾ സംഘർഷത്തിൽ ഇടപെടും. എന്നാൽ എല്ലാ ഈ പ്രോക്സികളെയും ഒന്നിച്ച് യുദ്ധത്തിൽ ഇറക്കാൻ ഇറാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് ഹൂതികളെ സുരക്ഷിതമാക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. US ഇസ്രായേൽ സംയുക്ത സേന ഇറാനെ തുടരെ ആക്രമിക്കുകയാണെങ്കിൽ ഹൂതികൾ വെറുതെ ഇരിക്കില്ല എന്നും സനായിൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും അദ്ദേഹം
പറഞ്ഞു. ഗാസ യുദ്ധസമയത്ത് ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ കനത്ത ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. തിരിച്ചടിയായി കഴിഞ്ഞ ഓഗസ്റ്റിൽ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗുമാരി എന്നിവരുൾപ്പെടെ കുറഞ്ഞത് 12 ഉന്നത നേതാക്കളെ ഹൂതികൾക്ക് നഷ്ടമായിരുന്നു എന്നാണ്. സമീപ ഭാവിയിൽ ഹൂതികൾ വഴങ്ങിയ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മൊസാദും സംഘവും നേതൃത്വത്തെ ഇല്ലാതാക്കുമോ എന്ന ഭയമാണ് പിന്മാറ്റത്തിനുള്ള കാരണം എന്നാണ് യമൻ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ നിരീക്ഷിക്കുന്ന ലൂക്ക നെവോളിയയുടെ നിരീക്ഷണം. ചെങ്കടലിൽ അസ്ഥിരതയുണ്ടാകാൻ സാധ്യതയുള്ള സായുധ സംഘമാണ് ഹൂതികൾ. ഗാസയ്ക്ക് പിന്തുണയുമായി 2023-25 ചെങ്കടലിൽ നിരന്തരം ഹൂതികൾ കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു. 4 കപ്പലുകളെ ഹൂതികൾ മുക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിൽ 9ഓളം നാവികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഹൂതികൾക്ക് കഴിയും. യുദ്ധക്കപ്പലുകളും മേഖലയിലെ സൈനിക ആസ്തികളുമായിരിക്കും ഒപ്പം ലക്ഷ്യം വെക്കുക. ഇസ്രായേൽ ബന്ധമുള്ള യുഎസിലെ ഇടുങ്ങും ഹൂതികൾ ലക്ഷ്യമിട്ടേക്കും. സംഘർഷ സാധ്യത കനക്കുന്നതിനിടയിൽ യമനിലെ ജനങ്ങളും മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. അരിയും ഗോതമ്പും എണ്ണയും അടക്കം ഭക്ഷ്യസാധനങ്ങൾ ജനങ്ങൾ സംഭരിക്കുകയാണ്. പുതിയ പരമോന്നത നേതാവ് എത്തിയതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ആദ്യത്തെ മിസൈൽ തൊടുത്തത് ഇറാനാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇറാന്റെ ആക്രമണം. അയത്തുള്ള ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയിയാണ് ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. പിതാവിന്റെ പിൻഗാമിയായി അധികാരമേറ്റതിന് ശേഷമുള്ള മുജ്തബയുടെ ആദ്യത്തെ പ്രധാന സൈനിക നടപടി കൂടിയാണിത്. അധിനിവേശ പ്രശ്നങ്ങൾ എന്ന ഇറാൻ വിശേഷിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതായാണ് ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഇസ്ലാമിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അറിയിച്ചത്. അറ്റ് യുവർ കമാൻഡ് സെയ്ദ് മുജ്തബ എന്നെഴുതിയ ചിത്രങ്ങളും ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. 88 പുരോഹിതന്മാരടങ്ങുന്ന വിദഗ്ധ സമിതിയാണ് മുജ്തബയെ തെരഞ്ഞെടുത്തത്. മുജ്തബയുടെ നിയമനത്തോട് US ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ തങ്ങൾക്കും പങ്ക് വേണമെന്നും ഇല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് അധികകാലം തുടരാനാവില്ല എന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം സൗദിയിലും UAEയിലും ആക്രമണം ഇറാൻ തുടരുകയാണ്. സൗദി റിയാദിലെ US എംബസിയിൽ നിന്ന് അത്യാവശ്യം ചുമതലകളിലുള്ളവരെ അല്ലാത്തവരെ ജീവനക്കാരോടും കുടുംബങ്ങളോടും മടങ്ങി വരാൻ US ആവശ്യപ്പെട്ടു. UAEയിലും ആക്രമണം ഉണ്ടായി. ഖത്തറിലടക്കം അലേർട്ടുകളും നൽകുന്നുണ്ട്.